Don Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed how to calculate economic ordering quantity, then number of orders placed during the period, then time gap between two orders, etc. Today we are going to discuss another problem of economic ordering quantity. Following information is available in respect of a particular type of material. Annual demand 3,500 units, cost per unit rupees 3.60, ordering cost per order rupees 5, storage cost 3% per annum, interest rate 10% per annum, lead time half month, calculate EOQ, number of orders to be placed during the year, third, total annual inventory cost of the material. Okay, today's question, annual consumption 3,500 units, ordering cost rupees 5, interest rate 10% per annum, then storage cost 3% per annum, then lead time half month or 15 days, cost per unit rupees 3.60. Okay, about the rupees 3.60 is the cost per unit. What is lead time? Lead time is the time taken in between orders placed and goods reached in the godown. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് ആ ഗുഡ്സ് ഗോഡൌണിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ആ ടൈമിനെയാണ് ആ രണ്ട് പ്രോസസ്സിനിടയിലുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ലീഡ് ടൈം എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ഫ്രഷ് ഓർഡർ കൊടുക്കുന്നു, ആ ഗുഡ്സ് തിരികെ നമ്മുടെ ഗോഡൌണിൽ എത്തിച്ചേരാൻ ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഹാഫ് മന്ത് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് EOQ ഇത് എന്ത് വേണ്ട, ലീഡ് ടൈമിന്റെ വേണ്ട. ലീഡ് ടൈം നമുക്കിവിടെ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇവിടെ നമുക്ക് ഇൻവെന്ററി കോസ്റ്റ് സി ഉണ്ട്, OU ഉണ്ട്. ദാറ്റ് മീൻസ് ആനുവൽ കൺസംഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഓർഡറിംഗ് കോസ്റ്റും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യണം? ദാറ്റ് മീൻസ് ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് സ്റ്റോറേജ് കോസ്റ്റും കൂടെ ചേർത്തിട്ടായിരിക്കണം എന്തായിട്ട് എടുക്കേണ്ടത്, പെർസെന്റേജ് ഓഫ് ഇൻവെന്ററി കോസ്റ്റ് എടുക്കേണ്ടത്. ഇപ്പൊ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് 10% ഉണ്ട്, സ്റ്റോറേജ് കോസ്റ്റ് 3%, അങ്ങനെ ടോട്ടൽ 13%. അതാണ് 13% വരുന്നത്. ഓക്കെ, 13% ഓഫ് ആവറേജ് ഇൻവെന്ററി ആണ് എടുക്കേണ്ടത്. 13% ഓഫ് ആവറേജ് ഇൻവെന്ററി. എങ്ങനെയാണ് 13% കിട്ടിയത്? ഇൻട്രസ്റ്റ് റേറ്റ് 10% പ്ലസ് then storage cost 3%. അങ്ങനെ 10 plus 3 that is 13% ആണ് എന്തെന്ന് പറയുക ആവറേജ് ഇൻവെന്ററി കോസ്റ്റിന്റെ 30% ആണ് എന്തെന്ന് പറയുക ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ്. ഓക്കെ, നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് അറിയാം, 3.60 ആണ്. 3 രൂപ 60 പൈസയാണ് എന്തെന്ന് പറയുക നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു എന്താണ് പെർസെന്റേജ് ഓഫ് ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് ആണ്. അപ്പോൾ 13/100, 3.60 into 13/100 ആണ് ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയുന്നത്. 0.468 ആണ്. 0.468 ആണ് എന്തെന്ന് പറയുക ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് ഏകദേശം 47 പൈസ വരും അല്ലെ. 47 പൈസ നമുക്ക് റൗണ്ട് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റിയിലേക്ക് വരാം. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഹോൾ റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. ഓക്കെ, നമുക്കറിയാം C ആനുവൽ കൺസംഷൻ ആണ്, ഓർഡറിംഗ് കോസ്റ്റ് ആണ്, I ക്യാരിങ് കോസ്റ്റ് ആണ്, ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് ആണ്. ദെൻ ഇവിടെ 2 കോമൺ ആണ്, നമ്മൾ 2 എഴുതി. നമ്മുടെ ആനുവൽ കൺസംഷൻ 3,500 യൂണിറ്റ്സ്, ഓർഡറിംഗ് കോസ്റ്റ് rupees 5. അപ്പൊ നമ്മുടെ ന്യൂമറേറ്റർ ഭാഗം എല്ലാം ആയി കഴിഞ്ഞു. ദെൻ ഡിനോമിനേറ്റർ എന്താണ്, ക്യാരിങ് കോസ്റ്റ് ആണ്. ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് 0.468 ആണ്. അത് അതേപോലെ നമ്മളിവിടെ എഴുതുന്നു 0.468. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ന്യൂമറേറ്റർ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 35,000 ആണ് എന്തെന്ന് പറയുക. 2 into 5 10 into 3,500. അപ്പൊ 35,000 നമ്മൾ ന്യൂമറേറ്റർ പോർഷൻ കിട്ടി. ഡിനോമിനേറ്റർ പോർഷൻ നമ്മൾ അത് തന്നെ എഴുതുന്നു 0.468. അപ്പം 35,000 ഡിവൈഡ് ബൈ 0.468 എന്ന് പറയുമ്പോൾ 74,786. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, 74,786.32 ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്, നമ്മളിത് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ റൂട്ട് ഓഫ് 37,786.32 ആണ് ക്വാണ്ടിറ്റി ആണ്. 2CO ഡിവൈഡഡ് ബൈ I. സി പിന്നെ നമുക്കറിയാം 2 കോമൺ ആണ്. C ആനുവൽ കൺസംഷൻ 3,500. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് rupees 5. ഓക്കെ, ദെൻ
ഇന്നത്തെ ക്യാരിങ് കോസ്റ്റ് നമ്മൾ പഠിച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് സ്റ്റോറേജ് കോസ്റ്റ് 10 + 3 13% ഓഫ് ആവറേജ് എന്താണ് ഇൻവെന്ററി ആണ്. അപ്പം 13% ഓഫ് 3.60 ആണ് ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.468 ആണ്. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 47 പൈസ വരും. പക്ഷെ നമുക്ക് ആ ഫിഗർ അതുപോലെ ഇട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 0.468. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 74,786.32 ആണ്. അപ്പൊ ഹോൾ റൂട്ട് ഓഫ് 74,786.32 എന്ന് പറയുന്നത് 273. അപ്പൊ 273 ആണ് എന്തെന്ന് പറയാ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. EOQ എന്ന് പറയുന്നത് എത്രയാണ്? എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 273 യൂണിറ്റ്സ്. 273 യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ ആനുവൽ കൺസംഷൻ സി ഡിവൈഡഡ് ബൈ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആണ്. സി ഡിവൈഡഡ് ബൈ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം ആനുവൽ കൺസംഷൻ നമുക്കറിയാം 3500 ആണ്. ഡിവൈഡഡ് ബൈ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 273 ആണ്. ഓക്കെ, 3500 യൂണിറ്റ്സ് ആണ് നമുക്ക് ഒരു ഇയർലി നമുക്ക് ആവശ്യമായിട്ടുള്ള 3500 യൂണിറ്റ്സ് ആണ്. ഒരു ഓർഡറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 273 യൂണിറ്റ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഈസ് ഈക്വൽ ടു annual consumption divided by economic ordering quantity. Annual consumption 3500, economic ordering quantity 273. അപ്പോൾ 13 ഓർഡേഴ്സ് ആണ് ഒരു ഇയറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. അപ്പൊ 13 ഓർഡേഴ്സ് ആണ് ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർഡർ ചെയ്യേണ്ടത്. 13 പ്രാവശ്യം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വി കാൽക്കുലേറ്റ് economic ordering quantity. Second step, number of orders placed during the period. Then third step, total average inventory cost of material ആണ്. Total average inventory cost of material ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തേർഡ് പോർഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ആദ്യം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നമുക്കറിയാം 3500 യൂണിറ്റ് ആണ് ആവശ്യം. ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് 3.60 ആണ്. അപ്പൊ 3500 ഇൻറ്റു 3.60, 3500 ഇൻറ്റു 3.60 ആണ്. 12,600 ആണ്. ഇത് ടോട്ടൽ എല്ലാം റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ 12,600 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കഴിഞ്ഞു. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ അല്ലെങ്കിൽ ഒരു ഓർഡറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹5 ആണ്. നമുക്കിവിടെ എത്ര ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചതാണ് ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഇപ്പൊ 13 ഓർഡേഴ്സ് കിട്ടിയതാണ്, 13 ഓർഡേഴ്സ് അല്ലെ. അപ്പൊ 13 × 5 13 ഓർഡേഴ്സ് ആയതുകൊണ്ട് 13 × 5 ആണ് 65. ദെൻ ക്യാരിങ് കോസ്റ്റ് ആണ്. ഇവിടെ ആണ് നമുക്ക് എന്താ ആവശ്യമായിട്ട് വരുന്നത്? ലീഡ് ടൈം എടുക്കേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്നത് ഈ കേസിലാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എക്കണോമിക് ഓർഡറിംഗ് ടോട്ടൽ ക്യാരിങ് കോസ്റ്റ് ആണ് എടുക്കുക. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഇൻറ്റു ലീഡ് ടൈം ഇൻറ്റു ഐ മീൻസ് ക്യാരിങ് കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ടോട്ടൽ ആണ് ഇവിടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഇൻറ്റു ലീഡ് ടൈം ഇൻറ്റു എന്താണ് ഇൻവെന്ററി കോസ്റ്റ് ആണ്. ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് ആണ് ഐ. അപ്പൊ 273 എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി 273. ലീഡ് ടൈം എന്ന് പറയുന്നത് ഹാഫ് മന്ത് ആണ്. ഹാഫ് മന്തിന് ഹാഫ് നേടി ഇൻറ്റു ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 0.468. അപ്പൊ ഇത് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 63.88 ആണ്. 63.88. അപ്പൊ ടോട്ടൽ ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പം ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് ദെൻ ക്യാരിങ് കോസ്റ്റ് മൂന്നും കൂടെ ടോട്ടൽ ചെയ്ത് അതായത് 12,600 പ്ലസ് 65 പ്ലസ് 63.88 അങ്ങനെ ടോട്ടൽ 12,728.88. ഇതാണ് എന്തെന്ന് പറയുക ടോട്ടൽ എന്താണ് ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, യുവർ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്. Following are the information in respect of a particular type of material. Calculate EOQ and the total annual inventory cost in respect of the same. Items: annual consumption 2,400, price per unit ₹2.40, ordering cost per order ₹4, storage cost 2% per annum, interest rate 10% per annum, let time half month. Students, watch the videos carefully and try to
answer this question. Okay.